ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മളൊരു യാത്രയായിരുന്നല്ലോ. ആ യാത്രക്കിടയിലുണ്ടായ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അപാരപ്പെട്ട ഒരു സംഭവമായിരുന്നു എൻ്റെ പൊന്നു ഫ്രണ്ട്സ്. നമ്മൾ കോട്ടയം വരെയായിരുന്നു യാത്ര. അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് പരശുരാം കേട്ടോ, പരശുരാം എക്സ്പ്രസ്സിലാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഇത് ഡിസബിലിറ്റി കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിലാണ് യാത്ര ചെയ്യുന്നത്. ഇതിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ വന്ന് കയറിയപ്പോഴത്തേക്കും ഒരു 5-6 പേരങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒരു 6 പേരോളം ഉണ്ട് അവിടെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര തലവേദനയും വൊമിറ്റിങ്ങും കേട്ടോ ഫ്രണ്ട്സ്. ഈ പ്രഷറും കുറഞ്ഞിട്ടാണ് ഭയങ്കര തലവേദന വൊമിറ്റിംഗ് ആയിരുന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ 1-2 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. വെള്ളം കുടിക്കുന്ന കേട്ടോ, വെള്ളം അങ്ങോട്ട് കുടിക്കുമ്പോൾ തന്നെ അതിങ്ങനെ വൊമിറ്റ് ചെയ്യണം, ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ തലവേദനയായിട്ട് ഇത്തിരി വന്ന് കിടക്കാമെന്നൊക്കെ കരുതി നമ്മൾ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അവിടെ 5-6 പേരുണ്ടായിരുന്നു. ആളിരിക്കുമ്പോൾ നമ്മളങ്ങനെ കിടക്കില്ല, ആൾ കുറവുണ്ടെങ്കിലേ കിടക്കുകയുള്ളൂ കേട്ടോ, അത്യാവശ്യമാണെങ്കിൽ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അപ്പോൾ വേറൊരു ചേച്ചി ഇങ്ങനെ തൊട്ട് ഫ്രണ്ടിലിരുന്നത്, അവരാണെങ്കിൽ അതിനു മുമ്പേ വലിയൊരു പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അവർ 2-3 പേര് കയറി അവിടെ ഇരുന്ന് ഇവർ പറഞ്ഞ് ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതെന്ന് പറഞ്ഞിട്ട്, പാസ്സില്ലാതെ യാത്ര ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയെന്ന്. അവർക്ക് ടിക്കറ്റും ഇല്ല പാസ്സും ഇല്ല, അവരിറങ്ങിപ്പോയി. അവസാനം അടുത്തതിൽ ഞങ്ങൾ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഇങ്ങനെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ വന്നേച്ചും ഭീഷണി, നിങ്ങൾ ഹാർട്ടിന് കംപ്ലൈൻ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളെ ഇറക്കി വിട്ടു, ഞാൻ റെയിൽവേയിൽ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ റെയിൽവേയുടെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഭീഷണി. അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ് ടിക്കറ്റ് അവർ നിയമപരമായിട്ട് തന്നെയാണ് യാത്ര ചെയ്യണമെങ്കിൽ ഇറങ്ങി പോകേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ, അവരെന്തിനാണ് ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചു. അത് മാത്രമല്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ പാസ്സുണ്ട്, റെയിൽവേയുടെ യാത്ര ചെയ്യാനുള്ള പാസ്സുണ്ട്, പക്ഷേ ടിക്കറ്റ് എടുത്തില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ സമയമില്ലായിരുന്നു. നമ്മൾ പെട്ടെന്ന് കയറിയപ്പോഴത്തേക്കും ഇവിടെ ഗാർഡ് വന്നിട്ട് ചെക്ക് ചെയ്തപ്പോൾ ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് ഇറങ്ങി കയറാൻ പറഞ്ഞു കേട്ടോ. അടുത്ത് ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ജനറലിൽ കയറാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ മാറ്റിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് പാസ് മാത്രം പോരാ, ടിക്കറ്റ് വേണം, എങ്കിലേ അതിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾക്ക് പാസ് കാണിച്ചിട്ട് നമ്മളുടെ അപ്പുറത്ത് മാറി കയറാൻ പറഞ്ഞ് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറയുന്നതിൽ എന്ത് ന്യായമുള്ളതെന്ന് നമ്മൾ ചോദിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടിട്ടുള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞ്, അത് അല്ലെങ്കിൽ പിന്നെ അവർക്ക് പാസ് ഇല്ലാതെ ടിക്കറ്റും ഇല്ലാതെ എന്ത് നിയമമാണ് ഉള്ളത്, എല്ലാവർക്കും നിയമം ഒരുപോലെയാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അപ്പോൾ ട്രെയിൻ എടുക്കാനായിട്ട് സമയമായപ്പോൾ പറഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ വരാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങേരെ ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ കണ്ടില്ല. അത് മാത്രമല്ല, ഇത് കഴിഞ്ഞാണ് എൻ്റെ പൊന്നോ കുറേ ലഗേജുകളും കാര്യങ്ങളുമായിട്ട് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കുറേ കയറിയിട്ട് ഞാനായിട്ട് തലവേദന കൂടി അവിടെ കിടക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുറേ ലഗേജും ഒക്കെ ആയിട്ട് കുറച്ച് വേറെ ഭാഷക്കാർ കയറിയിട്ട് ഇവർക്കാണെങ്കിൽ പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അവസാനം ഭാണ്ഡക്കെട്ടെന്ന് പറഞ്ഞാൽ അവിടെ നിറഞ്ഞു, ആ കമ്പാർട്ട്മെൻറ്റ് നിറച്ചായി, മൊത്തവും ഇതായി ലഗേജാണ്. പെട്ടെന്ന് എനിക്കാണെങ്കിൽ വോമിറ്റ് ചെയ്യാൻ വന്നു. ഇതുവരെല്ലാം നിറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ടോയ്ലറ്റിൻ്റെ അവിടെയൊക്കെ അതിൻ്റെ ഫ്രണ്ടിൽ ഡോറ് തുറക്കാനേ പറ്റാത്ത രീതിയിൽ ലഗേജ് എല്ലാം തള്ളിക്കയറ്റി വെച്ചിരിക്കുകയാണ്. അതാരും ഇല്ല, ഒന്നും നോക്കാനും കാണാനൊന്നും ആരുമില്ല, നമ്മൾ മാത്രമുണ്ട് യാത്രക്കാർ. അവസാനം വൊമിറ്റ് ചെയ്യാൻ വരുന്നത്. ഞാനങ്ങോട്ട് ഈ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. നമുക്ക് സാധാരണ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോഴത്തേക്കാണ് ഈ ലഗേജിൻ്റെയൊക്കെ ഇടക്കൂടി അങ്ങനെയാണ് നടക്കുന്നത്. ട്രെയിൻ മൂവ് ചെയ്യുമ്പോൾ നേരെ സ്ഥലം ഉണ്ടെങ്കിൽ പോലും നടക്കാൻ ബുദ്ധിമുട്ടാണ്. പിടിച്ചിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ ചേട്ടനും കൂടി കൂടെ വന്നു. ഇത് പിടിച്ചോണ്ട് കൂടെ വന്നിട്ട് ഇവരോട് മാറെന്ന് പറഞ്ഞിട്ട് ഇവർ ലഗേജും എടുത്ത് മാറ്റിത്തരുന്നില്ല, ഒന്നും മാറ്റിത്തരുന്നില്ല. അവസാനം അവിടെ തന്നെ ആ വെള്ളം അങ്ങോട്ട് കുടിച്ചത് അതുപോലെ അവിടെ തന്നെ അങ്ങോട്ട് വൊമിറ്റ് ചെയ്തു. ആ ഡോറിൻ്റെ അവിടെ തന്നെ വൊമിറ്റ് ചെയ്തു. എന്തൊക്കെ പെടാപ്പാടായിരുന്നെന്നറിയാമോ. ലഗേജ് മാറ്റിത്തരുന്നില്ല, എല്ലാം കൂടി വന്ന് വട്ടം കയറി നിൽക്കുവാണ്. കുറേ ഇരിക്കുന്നില്ല അവർ. അതിനിടയിൽ ഒരാളൊരു ന്യായവും കൊണ്ടുവന്നു. അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അയാൾ പറയുകയാണെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പാസ്സില്ലാത്തവർ അപ്പുറത്ത് കയറണം, പെറ്റിയടിച്ച് തരുമെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് അയാൾ പറയണേ, പോലീസ് വരുമ്പോൾ നോക്കാം, അതുവരെ ഇവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇതൊക്കെ നിയമമൊക്കെ ആരാ നോക്കുന്നത്, നിയമം നോക്കി തന്നെ എല്ലാവരും നടത്തുന്നതെന്ന്. ഇതൊക്കെ എനിക്ക് തലവേദന ആയതുകൊണ്ട് ഞാൻ ഫോൺ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം പിടിച്ചെടുത്ത് ഇവരുടെയൊക്കെ പറഞ്ഞതെല്ലാം ഉൾപ്പെടെ എല്ലാം പിടിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് വയ്യാതെ പോയത് ഇവരുടെ ഭാഗ്യം, സത്യം പറയാണ്. അവർ പറയാണ് എല്ലാവരും നിയമം നോക്കി തന്നെയാണ് ജീവിക്കുന്നത്, എന്തൊക്കെ കന്നന്തിരികളാണ് നടക്കണത്, അതുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല, അവരവിടെ നിന്നുകൊണ്ട് പോട്ടെ.
ഈ പറഞ്ഞയാളും പാസ്സില്ലാതെ യാത്ര ചെയ്യുന്നത് തന്നെ. അയാളാണ് പറയുന്നത് നിയമമൊക്കെ നോക്കാം, പോലീസ് വരട്ടെ, പെറ്റിയടിക്കണമെങ്കിൽ അപ്പോൾ നോക്കാമെന്ന്. എല്ലാവരും വെല്ലുവിളിക്കുവാണ് കേട്ടോ. അങ്ങനെ തന്നെ പോയാൽ മതി. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ വന്ന് കയറുമ്പോഴത്തേക്കുമാണ് ഇനി ശുഷ്കാന്തി വരുന്നത്. ഇത് ട്രെയിനിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഡിസബിലിറ്റി കമ്പാർട്ട്മെൻറ്റിൽ നടന്നാണ് ഈ അരങ്ങേറ്റങ്ങളെല്ലാം കേട്ടോ. ബാക്കിൽ പിന്നെ ഗാർഡ് ഇടയ്ക്കെങ്കിലും വരുന്നുള്ള ഒരു പേടി കൊണ്ട് ഇത്രയ്ക്കൊന്നും അവിടെ നടക്കത്തില്ല. ഇത് ഫ്രണ്ടിലെ കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ജോലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതുപോലെ ഒരുപാട് പണം മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ട് ധാരാളം ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു യാത്രക്കാരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി 1-2 ഉദ്യോഗസ്ഥരെ കൂടി നിയമിക്കണം. അതൊരു ആവശ്യമാണ്. അല്ലാതെ എന്തെങ്കിലും ഇതൊക്കെ ഒരു അപകടങ്ങളിലൊക്കെ തന്നെ ചെന്നെത്തും. ശത്രുത ഉണ്ടാവും. നമ്മൾ യാത്ര ചെയ്യുന്നവരല്ല ഇതൊക്കെ പറയേണ്ടത്. പറഞ്ഞ് നമ്മൾ ശത്രുത ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ജനറലിൽ സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ തിരക്കുള്ള സമയത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും, അത് മാത്രമല്ല അവിടെ റിസർവ് ചെയ്തിരിക്കുന്ന ഡിസേബിൾഡ് ആയിട്ടുള്ളവരുടെ സീറ്റ് അവിടെ ഇരിക്കുന്ന എത്ര പേര് ഒഴിഞ്ഞു മാറത്തരാതെ ഒരു സീറ്റ് തന്നെയല്ലേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമുക്ക് വേണ്ടി ഇങ്ങനൊരു കമ്പാർട്ട്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിൽ പാസ് എടുത്ത് വെച്ചിരിക്കുന്നത്. പാസ്സൊക്കെ പുതുക്കിയൊക്കെ കൊടുക്കണം. അല്ലാതെ എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്? നമുക്ക് ചുമ്മാ കയറി ഇരുന്ന് അങ്ങോട്ട് യാത്ര ചെയ്താൽ പോരെ. അവിടെ നിന്നയാൾ പറഞ്ഞതുപോലെ തന്നെയാണ് നടക്കുന്നത്. എല്ലാവരും നിയമം നോക്കിയല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് പോലീസോ ആരാന്ന് വെച്ചാൽ വരട്ടെ, പെറ്റിയടിക്കാനായിട്ട് വരട്ടെ, അപ്പം നോക്കാം. ഇങ്ങനെയൊക്കെയാണ് ഈ കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ കമ്പാർട്ട്മെൻറ്റിൽ നടക്കുന്നത്. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും കൊടി പൊക്കിയിട്ട് ഒരു കാര്യവും ഇല്ല.